അധികാരമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ മുമ്പോട്ട് പോകും? അദ്ദേഹം എനിക്കറിയില്ല, ഇറ്റ്സ് നോട്ട് മൈ കൺസേൺ. പ്രതിപക്ഷ നേതാവായി വരും തോന്നുന്നുണ്ടോ? അതൊന്നും എൻ്റെ കൺസേണേ അല്ല. അല്ല, ചിലരുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. അധികാരം ഉണ്ടായിട്ട് എന്താ പ്രയോജനം ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായിക്കാണോ? അത് വേറെ കാര്യം. എന്ത് ഇൻ എ സ്കീം ഓഫ് ഹിസ്റ്ററി, നമ്മളിപ്പോൾ കേരളത്തിൻ്റെ 56 തൊട്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ വളരെ സിൻസിയറായിട്ട്, അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. അതെന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്. അല്ല, അദ്ദേഹത്തെ കുറിച്ചൊക്കെ നല്ല കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുണ്ട്, അദ്ദേഹം പദ്ധതികൾ ചെയ്യുന്നതിൽ മിടുക്കനാണ്. പക്ഷേ ഇപ്പം നമ്മൾ 10 വർഷത്തെ ഒരു സ്കീം എടുത്തിട്ട് നോക്കിക്കോളൂ. അത് ആ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂന്ന് ഒരു വരി എടുക്കുന്നുണ്ടാകും. അപ്പോൾ ഞാനതിൽ പിന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ മെച്ചപ്പെട്ട ഭാഗവും പറയുന്നുണ്ട്, അത് അവർ കാണിക്കില്ലല്ലോ. അത് നമ്മളോടൊപ്പം വർക്ക് ചെയ്ത വളരെ വൈഡ്ലി നോൺ ആയിട്ടുള്ള ആളുകളുടെ നേട്ടങ്ങൾ നമ്മൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മളൊരു സ്കീമായിട്ട് 10 വർഷത്തെ അച്ചീവ്മെൻ്റ് എടുത്ത് നോക്കുമ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റിങ്ങിൽ ഏറ്റവും വലുതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്? ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, 10 വർഷത്തെ ഭരണത്തിൽ അങ്ങയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നേട്ടം എന്താണ്? ആൻസർ ഓർമ്മയുണ്ടോ? ഇല്ല. കേരളത്തിൽ അതിദരിദ്രരില്ല. 5 ലക്ഷം അല്ല, അതിനകത്ത് 50,000 അതിദരിദ്രർക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തു. 50,000 പൊതിച്ചോറ്. അതിപ്പോൾ പിന്നെ DYFIക്കാർ പറയുന്ന പോലെ 50,000 പൊതിച്ചോറ് കൊടുക്കുക. ഒരു കേരളത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 2 ലക്ഷം കോടിയാണ്. അപ്പോൾ എത്ര കോടി രൂപ ചിലവാക്കാൻ കിട്ടി അദ്ദേഹത്തിന്? ഏകദേശം 20 ലക്ഷം കോടി ചിലവിട്ട ആൾ പറയുകയാണ് 50,000 പേർക്ക് ഞാൻ പട്ടിണി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കേരളത്തിലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട 10 CSR കൊടുക്കുന്ന കമ്പനികൾ ഇതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടാവില്ലേ? അവർ ആസ്പത്രി വാർഡുകൾ കിട്ടുന്നില്ലേ? ആസ്പത്രികളിൽ സൗജന്യ ചികിത്സ കൊടുക്കുന്നില്ലേ? ഈ ശങ്കര നേത്രാലയ ഇതിൽ കൂടുതൽ എത്ര ചാരിറ്റി ചെയ്യുന്നുണ്ട്? ഇത്ര ചെറുതാണോ 50,000 പേരുടെ പട്ടിണി ഞാൻ ഒപ്പി എന്ന് പറയുന്നതാണോ 10 വർഷത്തെ? അതായത് സ്വതന്ത്ര കേരളം വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം? 56 ഇങ്ങോട്ടായപ്പോൾ എത്ര വർഷമായി? 70 മീതയല്ലേ? ആ 70 മീതയുള്ള വർഷമെന്ന് എടുക്കുമ്പോൾ ഏകദേശം 15-20% സമയം അധികാരം കൈകാര്യം ചെയ്ത ഒരാളാണ് പറയുന്നത് ഞാൻ 50,000 ചില ഫാമിലീസിൽ പിന്നെ സൗജന്യ ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്തു. അവർക്ക് ഒന്നിൽ റേഷൻ കിട്ടും, ഇല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് ഒരു പൊതിച്ചോറ് വീട്ടിൽ കൊണ്ട് കൊടുക്കും, ഒരു ഹോം നേഴ്സ് അവരെ ചെന്ന് കാണും. അതിനേക്കാൾ കൂടുതൽ പാലിയേറ്റീവ് ഇന്ത്യ ചെയ്യുന്നുണ്ടാവില്ലേ? ക്യാൻസർ അവർ അസിസ്റ്റ് ചെയ്യുന്ന ക്യാൻസർ രോഗികൾ എത്രയാണ്? അപ്പോൾ ഞാൻ പറയുന്നത് പേഴ്സ്പെക്റ്റീവ് വിട്ടുപോയി. നേരത്തെ പറഞ്ഞ പോലെ പശ്ചാത്താപം ഇല്ല എന്ന് പറയുന്ന പോലെ പേഴ്സ്പെക്റ്റീവ് വിട്ടുപോയി.